ഹലോ ഗായ്സ്, ഹായ്. അപ്പം ഗോൺ ഗേൾ എന്ന് പറഞ്ഞൊരു മൂവിനെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ഉത്തമയായ ഭാഗ്യ എങ്ങനെയായിരിക്കും അത് കാണിച്ചു തന്നൊരു സിനിമ. കണ്ണ് നിറഞ്ഞുപോയി. കല്യാണം കഴിച്ചാലോ എന്നുവരെ ഞാനൊന്ന് ആലോചിച്ച് പോയൊരു പടം. അമ്മാതിരി പടം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പടത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഈ കഥയിലോട്ടൊക്കെ കിടക്കുകയല്ലേ, വേറെ കാണാത്തൊരു ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളത് കാണുക. പക്ഷേ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കഥ കേട്ടതിന് ശേഷം ചിലപ്പോൾ കാണുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാനിത് പറയുന്നത്. ഒരു ഉത്തമയായ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഭർത്താവിനോട് ചെറിയൊരു സൗന്ദര്യപ്പിണക്കം കാരണം ഭർത്താവിനിട്ടൊരു മുട്ടം പണി കൊടുത്തിട്ട് ഭാര്യ പൊങ്ങുന്നു. മുട്ടം പണി എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും ഭർത്താവ് ഭാര്യയെ കൊന്ന് കൊഴിച്ചു മൂടിയെന്ന്. അമ്മാതിരി തെളിവുകളാണ് അവളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ തെളിവുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അവൾ ഒറ്റ മുങ്ങലാണ് മുങ്ങണത്. അന്നേരം പോലീസ് വന്ന് നോക്കുമ്പോഴേക്കും ഇവളുടെ ബ്ലഡ് സ്റ്റെയിൻസൊക്കെ അവിടെ കിടപ്പുണ്ട്. എല്ലാ തെളിവുകളും ഇവനെതിരെ. അതിനിടയ്ക്ക് നമ്മളുടെ ഈ ശനി പിടിച്ച സമയത്ത് ഓരോന്ന് കയറി വരും എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഇവനെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയൽപ്പക്കത്തെ പെണ്ണ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇവന് ചെറിയ ഇടപാടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കേസൊക്കെ പറഞ്ഞ് അവൾ കയറി വരുന്നുണ്ട്. അവൾ കയറിയിട്ട് ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബന്ധം മൊത്തം അവൻ്റെ തലയെ കൊണ്ടിട്ട് അതിന് ഇവന് നിൽക്കക്കള്ളിയില്ലാതായിപ്പോയി. അവസാനം ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൂടി ക്യാമ്പയിനിങ് ഒക്കെ നടത്താൻ തുടങ്ങി ഇവനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. ഇവനും അവിടെ വക്കീലും കൂടെ ഇരുന്ന് കൂലങ്കഷമായിട്ടുള്ളൊരു ആലോചനയാണ് എങ്ങനെ രക്ഷപ്പെടുന്നത്. വക്കീൽ അവസാനം കൈബലത്താൻ തുടങ്ങി. എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂല, അമ്മാരി പണി തന്നിട്ടാണ് അവൾ പോയിരിക്കുന്നത്. കാരണം ആ പടം കാണുമ്പോൾ അറിയാം എന്തോരം പണിയാണ് ആ പെണ്ണുപിള്ള അവന് കൊടുത്തിട്ടുള്ളത്. അവസാനം ഞാനൊക്കെ അത് ആ ഒരു സ്ലോ പേസിൽ പോകുന്ന പടം പെട്ടെന്ന് അതിൻ്റെ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തം പടത്തിലങ്ങ് കയറിയെങ്കിൽ ഇൻവോൾവ് ആയിരിക്കും. പിന്നീട് ഇവളെ പൊന്തും ഇവളെ അവൻ്റെ നിന്ന് കാശ് അടിച്ച് മാറ്റിയിട്ടാണല്ലോ അവിടെ നിന്ന് മുങ്ങണത്. ഇവൾ വേറൊരു സ്ഥലത്ത് പൊന്തും. അപ്പോഴേക്കും ഇവൾ ആ പൈസ കൊണ്ട് ഒരു സാധാരണ ഒരു ഷെഡ് പോലുള്ളൊരു സംഭവം, ഇങ്ങനെ അഭയാർത്ഥി ക്യാമ്പൊക്കെ പോലുള്ളൊരു സംഭവത്തിൽ പോയാണ് താമസിക്കുന്നത്. ആ ഒരു സമയത്ത് ഇവക്കറിയാം ഇവനിപ്പോൾ ഏതാണ്ട് അകത്ത് കിടപ്പുള്ള വകുപ്പൊക്കെ ആയിട്ടുണ്ടെന്ന്. അവിടെ പുറത്ത് ക്യാമ്പയിനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെ കണ്ടുപിടിക്കണം, ഇവളെ കൊന്നതാണെങ്കിൽ അത് തെളിയിക്കണം, അല്ലെങ്കിൽ ഇവനെ കൊല്ലണം, ഇവനെ തൂക്കിലേറ്റണം, ഇവൻ വെറും വൃത്തികെട്ടവൻ ചേറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിനിങ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവള് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങണത്, വേറൊരു രൂപത്തിലും വേറൊരു ഭാവത്തിലും മുടിയൊക്കെ മുറിച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവള് വേറെ 2 കപ്പിൾസിനെ പരിചയപ്പെടും. എന്ന് പറഞ്ഞാൽ കഞ്ചാവ് കേസുകൾ കണ്ടാൽ തന്നെ അറിയാം. ഈ മറ്റേ ഓരോ സ്ഥലത്തൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നടക്കുന്ന ഡ്രഗ് അഡിക്റ്റ് പാർട്ടികൾ. അപ്പം അവരിൽ മനസ്സിലാവും ഇവളിൽ എന്തോ കുറച്ച് കാശുണ്ടെന്ന്. അവസാനം ഇവളെ നിന്ന് കാശൊക്കെ പിടിച്ച് വാങ്ങിച്ചിട്ട് 2 അടിയും കൊടുത്തിട്ട് തോന്നി അവൾക്ക് 2 എണ്ണം കിട്ടണം, അവരെയൊക്കെ മുങ്ങും. അതിന് ശേഷം ഇവൾക്ക് മനസ്സിലാവും ഇനി പൈസ ഇല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന്. അവസാനം ഇവളുടെ ഒരു കൂട്ടുകാരനെ വിളിക്കും, എന്നിട്ട് സോപ്പിടും, എന്നിട്ട് കരയും, എന്നിട്ട് അവൾക്ക് എടുക്കാൻ പറ്റുന്ന 18 തടവ് വരെ എടുക്കും. അവസാനം അവൻ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോകും. അവൻ്റെ വീട്ടിലാണ് CCTV ക്യാമറ, എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവൾ ആ സെറ്റപ്പുകളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് അവൾക്ക് മനസ്സിലാവും തിരിച്ച് അവൻ്റെ ഭാര്യയായിട്ട് തന്നെ പോയാലേ കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഫേവറബിൾ ആവത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ അധികം കാലം ഒളിച്ചിരിക്കാൻ സംഭവിക്കത്തില്ലത്. ഇവൾ എന്ത് ചെയ്യുന്നറിയാമോ, വേറൊരു സീന് ക്രിയേറ്റ് ചെയ്യും. ഇവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതാന്നുള്ള രീതിയിൽ സീന് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് അവളെ കൊല്ലും. സീരിയസ്ലി പറയുകയാണെങ്കിൽ കൊല്ലും. സ്വയരക്ഷയ്ക്ക് വേണ്ടി അവനെ കൊന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കും. എന്നിട്ട് ഇവൾ ഒന്നും അറിയുന്നിടാത്ത പോലെ കുടുംബത്തിൽ ചെന്ന് കയറും. ഭർത്താവിനറിയാം ഇവൾ നല്ല ഉടായ്പാണ്, നല്ല പണി തരുന്ന ഒരു പെണ്ണും പിള്ളയാണത്. വക്കീലിനറിയാം. വക്കീലാണെങ്കിൽ തൊഴുത്ത് മാറി, എൻ്റെ പൊന്നമ്മച്ചി ഞാൻ ഇതിലില്ലാന്ന് പറഞ്ഞിട്ട് തൊഴുത്ത് അപ്പുറത്തോട്ട് മാറി നിൽക്കും. അവസാനം ഇവൾ ആ കുടുംബത്തിൽ വന്ന് കയറും. അത് സ്നേഹസമ്പന്ന നിധിയായ ഭാര്യയെ ഗത്യന്തരമില്ലാതെ ആ ഭർത്താവ് സ്വീകരിച്ച് കുടുംബത്തിൽ കയറ്റി കൊണ്ട് നടക്കും. ഇനി അവൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റുകയാണെങ്കിൽ ഭർത്താവ് തൂങ്ങും. കാരണം ഇവൾക്ക് വേണ്ടി അത്രയും പേരാണ് പുറത്ത് നിന്നൊക്കെ പ്രതിഷേധിച്ചത്. അമ്മാരി പടം, അത്രയ്ക്ക് ഫീൽ ഗുഡ് നൽകുന്നൊരു മൂവി. കണ്ടു നോക്കുക, കണ്ട് എന്നെ അറിയുക. പൈതൃകത്തിൻ്റെ പുണ്യം കാരണവന്മാർ ചെയ്ത് ഇതിൻ്റെയൊക്കെ ഫലമായി ഉണ്ടായ ഒരു പെൺകുട്ടിയാണെന്നാണ് ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗോൺ ഗേൾ കാണുക, കണ്ടാസ്വദിക്കുക, സംതൃപ്തി അടയുക.